തീർച്ചയായിട്ടും. കാരണം പരാതി പറയുന്നില്ല എന്ന് പറയുമ്പം ഭീഷണിപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പെൺകുട്ടികളെ കുന്നുകളിന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. റിനി ആൻ ജോർജിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ബൈക്കിൽ പോയിട്ട് പരാതി പറഞ്ഞാൽ കൊന്നുകളയെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് പെൺകുട്ടികൾ പരാതി പറയുക? അവരെക്കുറിച്ച് വേണ്ടാത്തത് പ്രചരിപ്പിക്കുക. ഒരു ക്രിമിനൽ സൈബർ സംഘമുണ്ട്. അത് ഇന്നയാൾക്കൊന്നൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ എതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പാലത്തായി കേസിൽ ആ കൊച്ചു പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ഇടപെട്ട ഒരാളാണ് ഞാൻ. അന്നത്തെ മന്ത്രിയും അവിടുത്തെ MLA-യും. ആ പ്രതിയെ ശിക്ഷിച്ചു, വളരെ ഗൗരവമായിട്ടുള്ള ശിക്ഷ കിട്ടി. എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ഈ ക്രിമിനൽ സംഘം എന്താ ഇടുന്നത്? പാലത്തായിലെ പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? ആ പെൺകുട്ടിയെ ആക്രമിച്ച അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കൊടുക്കുന്നില്ലേ? ധാർമ്മികത എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക്? പക്ഷേ ആ കുടുംബം അങ്ങനെ പറയില്ല. പോലീസ് ഗൗരവമായിട്ട് ആ കാര്യം ചിന്തിക്കണം. കാരണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൗരവമായ അന്വേഷണം നടക്കുമെന്ന്. കാരണം ഈ പരാതി പറയുന്ന പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം. ആ പെൺകുട്ടികൾ വലിയ തോതിലുള്ള ഭീഷണിക്ക് വിധേയരാവുകയാണ്. അവർക്ക് ഭയമില്ലാതെ പരാതി പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കണം. അവരുടെ ജീവനും സംരക്ഷണം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറയാം. കേസിനകത്ത് ഒരു പരാമർശവും എനിക്കെതിരായിട്ടില്ല. അതിനകത്ത് വ്യക്തമായി പറഞ്ഞത് ഈ കൗൺസിലർമാർ കുറച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ നടപടി പെൻഡിങ് ആണ്. ആ നടപടി ഇപ്പോൾ എടുത്തു. അത് ചോദിച്ചത് അന്വേഷണമെല്ലാം നടക്കണം. അത്രേ തെറ്റുണ്ടോയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ സമയത്ത് പറ്റില്ല. ഇത് സീൽഡ് പേപ്പറിൽ കൊടുക്കുന്നതല്ലേ തെളിവ്. അപ്പോൾ അത് എനിക്കും കാണാൻ പറ്റില്ല, വേറെ ആയിരിക്കും കാണാൻ പറ്റില്ല. കോടതി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ വിധിക്കകത്തുണ്ട്. ടീച്ചർ വന്നിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചിരുന്നു, നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ആ കുട്ടി പറഞ്ഞിരുന്നു. അതൊക്കെ കോടതി വിധിക്കകത്തുണ്ട്. അങ്ങനെയല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്ക് പരാതി നൽകിയ അമ്മ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ എടുത്തിട്ടില്ലായിരുന്നില്ല. അല്ലല്ല, എടുക്കാൻ പറ്റില്ലെന്നായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കേസിൻ്റെ തെളിവ്, കൗൺസിലേഴ്സിൻ്റെ തെളിവ് സീൽഡ് ആയിട്ട് കോടതി കൊടുക്കുന്നതാണ്. കോടതി വിധി പറയുമ്പോഴേ അത് പരസ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ കോടതിയും പറഞ്ഞിട്ടില്ല എടുക്കാത്തത് തെറ്റാണെന്നോ കുറ്റകരമായ അനാസ്ഥയൊന്നും കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതിനകത്ത് കോടതി എന്താ പറഞ്ഞത്? ഇത് ഒന്ന് പെൻഡിങ് ഉണ്ട്, അത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഉണ്ടായി കേസിൻ്റെ വിധി വന്നപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ ക്രിമിനൽ സംഘം പ്രചരിപ്പിക്കുന്നതാണ്. നമുക്കതല്ല വിഷയം. ഇപ്പോൾ ഇവിടെ പച്ചക്ക് പെൺകുട്ടികളെ പിച്ച് ചീന്തിയ, വിവാഹ വാഗ്ദാനം ചെയ്ത് വിളിച്ചുകൊണ്ടുപോയി, നമുക്ക് കേട്ടാൽ വല്ലാത്ത മനസാക്ഷിക്ക് തന്നെ ഒരു പോറലേൽക്കുന്ന അതിക്രമം നടത്തിയവർ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതാണ് അത് ഈ കേരളീയ സമൂഹം കാണുന്നുണ്ട്. അതെ, അത് നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ നിഷ്പക്ഷരായി നിന്ന് നീതി നടപ്പാക്കി കൊടുക്കേണ്ടവരാണ്. അത് UDF ആയാലും LDF ആയാലും. അതുകൊണ്ട് കൂടുതൽ ചായ്വ് ഏത് ഭാഗത്താണ്? അതിക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് മനസ്സിലില്ലെങ്കിൽ ഇതുപോലുള്ള പരാമർശം ഉണ്ടാകും. അത്രേ ഉള്ളൂ. അത് എനിക്കങ്ങനെ അഭിപ്രായമില്ല. കേസ് അവസാനിച്ചിട്ടില്ല, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്തായാലും ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നും അവൾക്ക് ആക്രമിക്കപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ കിട്ടിയെന്ന് ഉറപ്പായല്ലോ. ഇനി ഇതിൻ്റെ മോട്ടീവ് എന്താണ്? അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലൊരു അഭിപ്രായം പറയേണ്ടതില്ല. ആർക്ക്? അതിജീവിതക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നീതി ലഭിച്ചതുകൊണ്ടല്ലേ ശിക്ഷിക്കപ്പെട്ടത്. ഇത്രയും പേര് ശിക്ഷിക്കപ്പെട്ടത് അതിക്രമം തെളിയിച്ചതുകൊണ്ടല്ലേ. അതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നിങ്ങളൊന്നും പറയുന്നില്ലേ? ഇന്നത്തെ ഒരു പ്രശ്നം, എനിക്ക് വോട്ടില്ല. മട്ടന്നൂർ ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വളരെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ വാർഡുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ളതിൻ്റെ നല്ല സൂചനയാണ് ഞാൻ പോയ ജില്ലകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. കണ്ണൂർ ജില്ലയിൽ വമ്പിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. അത് ജനങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. LDFൻ്റെ കൂടെ നിൽക്കാൻ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വയനാട്
പുനരധിവാസ മേഖലയിൽ കോൺഗ്രസ് കുടുംബങ്ങളടക്കം രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ വന്നിരിക്കുക. കാരണം അവർക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെൻറ്റിനെ. പറഞ്ഞതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ എന്ന് വെറുതെയല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത്. ആ പറഞ്ഞത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ LDFിൻ്റെ കൂടെ ഇത്തവണ കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ചരിത്രപരമായിട്ടുള്ള വിജയം, വമ്പിച്ച വിജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കലാക്കും. ആ വിജയമുണ്ടായാൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ എത്രയോ കൂടുതൽ കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വിശ്വാസികൾക്ക് വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.